ഗൈസ്, ഇറ്റ്സ് മീ അനുഗ്രഹം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഗൈസ്. എൻ്റെ ഒരു ഫ്രണ്ടിന് ചുമ്മാ ഉണ്ടാക്കി കൊടുക്കാൻ തോന്നി ഗൈസ്. വെയിറ്റ് ഗൈസ്, ഫസ്റ്റ് വേഫർ ഷീറ്റ് എടുക്കാം. ഞാനൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. അത് നല്ല ക്യൂട്ടായിട്ട് ക്യൂട്ട് വേണ്ടല്ലേ ഗ്രീറ്റിംഗ് കാർഡ് ഗൈസ്. അങ്ങനത്തെ മനസ്സിലായി ഗൈസ്. നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് എങ്ങനത്തെ ആക്കും? കുറച്ച് ബ്യൂട്ടിഫുൾ ഗ്രീറ്റിംഗ് കാർഡ് വേണം ഗൈസ്. മാർച്ചാണ് അവളുടെ ബർത്ത്ഡേ ആണ്. അതിന് ഞാൻ വേറെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പോകണമെങ്കിലും ഇപ്പം ടു മൈ ഫ്രണ്ട് പറഞ്ഞിട്ട് കാർഡ് കൊടുക്കാം. ചുമ്മാ ഗൈസ് ബോർഡ് അടിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചു. അവൾക്ക് ബോർഡ് അടിച്ചിരുന്നപ്പോൾ എല്ലാം ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഗൈസ് ഉണ്ടാക്കാൻ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതേപോലെ പേപ്പർ ഷീറ്റ് മടക്കി വെക്കാം. വെയിറ്റ് ഗൈസ്, വാഷിംഗ് പേപ്പർ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള വാഷിംഗ് ടിപ്സാണ് ഗൈസ് ഏതെടുക്കും. പിങ്ക് വേണോ പർപ്പിൾ വേണോ? പിങ്ക് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് പിങ്കാണ് ഗൈസ്. ഞാൻ ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും, ഉള്ളിൽ ലൈറ്റ് പിങ്ക്, വെളിയിൽ ഡാർക്ക് പിങ്ക്, അങ്ങനെ ചെയ്യാം. ബാക്കിലും ഡാർക്ക് പിങ്ക് ഗൈസ്. നമുക്ക് ചെയ്യാം ഗൈസ്. എങ്ങനെയാണ് വെയിറ്റ് ഗൈസ്. പിന്നെ വെറുതെ ഇന്ന് അത് ഉണ്ടാക്കാൻ നിന്നപ്പോൾ ഇന്നത്തെ ഒരു കണ്ടന്റ് ആയി ഗൈസ്. ഗൈസ് ഇത് തെറ്റി ഗൈസ്, എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പ്ലീസ് ഗൈസ്. ഇത് നോക്കും, ഇതിങ്ങനെ വഴക്കുമ്പോൾ ഇത് ഇവിടേക്കാവും. ഒന്ന് കറക്റ്റ് സൈസാക്കും. സാറ്റർഡേ ഞാൻ പോയി അഡ്മിഷൻ എടുക്കും ഗൈസ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, മീ ആൻഡ് മൈ ഫ്രണ്ട്സ് വേണ്ടിട്ട്. അതിലൊരു കമൻറ്റ് കണ്ടു ഗൈസ്, ഞാൻ പറയാം. സൂപ്പർ മൈ ഫ്രണ്ട്സ്, മീ ആൻഡ് മൈ ഫ്രണ്ട്സ് അനുഗ്രഹം എന്താണ് നേരെ ഓർമ്മയില്ല. ഇതിൻ്റെ അനുഗ്രഹം അതെനിക്ക് ഭയങ്കര ഹാപ്പി ഗൈസ്. എൻ്റെ നെയിം ഇതാക്കിയിട്ട് എനിക്ക് ഇതുവരെയായിട്ടും കമൻറ്റ് വന്നിട്ടില്ല. അല്ല, കമൻറ്റ് വന്നിട്ടില്ല എന്നല്ല, ഞാൻ അധികം റീച്ചൊന്നുമല്ല ഗൈസ്. എനിക്ക് ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഗൈസ്. നല്ല സങ്കടമുണ്ട് ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, സബ്സ്ക്രൈബർ ഈ വീഡിയോൻ്റെ താഴെയോ അല്ലെങ്കിൽ വീഡിയോൻ്റെ താഴെയോ സബ്സ്ക്രൈബറിൻ്റെ നമ്പർ ഒന്ന് തരണം ഗൈസ്. എന്നെക്കാൾ മൂത്തതാണ്, അതുറപ്പാണ് ഗൈസ്. ചേച്ചിയാണോ ചേട്ടനാണോ ഗൈസ് അതെനിക്കറിയില്ല. നെയിം എനിക്ക് നേരെ ഓർമ്മയില്ല ഗൈസ്. ചേച്ചി എന്താണ് ഗൈസ് ഓർമ്മയില്ല. കമൻറ്റ് ഇട്ട ആൾക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഗൈസ്. അതാണ് ഗൈസ്. ഇപ്പം ഞാൻ വിചാരിച്ച ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ് ഗൈസ്. അവർക്ക് പിങ്ക് മീൻസ് ക്യൂട്ടാണല്ലോ, അപ്പോൾ ക്യൂട്ടാക്കാം. ഗൈസ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? ഞാനില്ലേ വേണ്ട ഗൈസ്. അല്ലെങ്കിൽ ഗൈസ് നിങ്ങളെല്ലാവരും ഇനി കമൻറ്റ് ചെയ്യാൻ തുടങ്ങുക ഗൈസ്. കമൻറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഗൈസ്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അവിടൊന്നും ഇല്ല, അത്ര 75 ഒക്കെ ഉള്ളൂ ഗൈസ്. പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കമൻറ്റ് മൈ വീഡിയോസ്, ഷോർട്സ് ആൻഡ് വീഡിയോസ്. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഇന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഈ വീഡിയോ കണ്ടാൽ മതി ഗൈസ്. എനിക്ക് എല്ലാ വീഡിയോയ്ക്കും ചിലപ്പോൾ നല്ല വ്യൂസ് കിട്ടാറുണ്ട്. ഒന്നിനും ലൈക്ക് കമൻറ്റ് ഒന്നും കിട്ടാൻ, വ്യൂസ് മാത്രം താഴെ കിട്ടും. എല്ലാവരും ഗൈസ് കണ്ടിട്ട് സ്ക്രോൾ ചെയ്ത് കളിക്കും ഗൈസ്. അങ്ങനെയാണ് ഗൈസ്. നല്ല സങ്കടം ഗൈസ്. സത്യം പറയുന്നത് ഞാൻ വെറുതെ പറയുന്നില്ല ഗൈസ്. എനിക്ക് നല്ല സങ്കടം ഗൈസ്. ഈ ബർത്ത്ഡേ പണികൾ നേരെ ഒട്ടിക്കാൻ കിട്ടില്ല ഗൈസ്. ഗൈസ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത് നല്ല സുഖമുണ്ട് ഗൈസ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. തെറ്റി പോകണം ഗൈസ്. നമുക്ക് നേരെ ഒട്ടിക്കണം ഗൈസ്.
പിന്നെ ഒബ്വിയസ്ലി ഞാൻ അത്ര ക്രാഫ്റ്ററൊന്നും അല്ല. പിന്നെ ഗൈസ് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് ഗൈസ്, ഞാൻ കരാട്ട ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലും ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലെ ആകട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ കരാട്ട ക്ലാസ്സിന് ജോയിൻ ചെയ്തത് ഗൈസ്. ഞാൻ എന്ത് ചെയ്താലും പകുതി വഴി വെച്ച് നിർത്തും ഗൈസ്. ഞാൻ ഇതുവരെയായിട്ടൊരു ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. ക്ലാസ്സിന് അതുകൊണ്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ഇതില്ലേ ഗൈസ്, ഇത് ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അത് പകുതിയാക്കി പിന്നെയും നിർത്തും, പിന്നെ അത് വേണ്ടത്. അങ്ങനെയാണ് ഗൈസ്. ഞാൻ ഇപ്രാവശ്യം ഞാൻ അങ്ങനെയല്ല ഗൈസ്, ഞാൻ മാറ്റി ഗൈസ്. എൻ്റെ കാറ്ററിംഗ് മാറ്റണം ആഗ്രഹമുണ്ട് ഗൈസ്. ആ കാറ്ററിംഗ് ഇന്ന് മുതൽ ഞാൻ മാറ്റാൻ പോകുന്നു ഗൈസ്. ഗൈസ് മാമ അവിടെ ഇന്ന് സിനിമ കാണാണ്. നിങ്ങളിലേക്ക് മാമ ആരാണ്? മാമ ഈസ് മൈ മദർ ഗൈസ്. എൻ്റെ മദറാണ് ഗൈസ്. എൻ്റെ അയ്യോ ഗൈസ് വിടുന്നേ. ഞാൻ ഗൈസ് എപ്പോഴും എനിക്ക് ഇതേപോലെയാണ്. ഞാൻ എപ്പോഴും തെറ്റിച്ചോണ്ടേയിരിക്കും ഗൈസ്. പ്രാന്താണ് ഗൈസ്, ഉണ്ടാക്കാനിരിക്കാൻ പറ്റില്ല ഗൈസ്. അവർക്കല്ലേ പിന്നെ എനിക്ക് ഇനി വീഡിയോ എടുക്കാൻ ഗൈസ് വയ്യാകെയൊന്നുമില്ല, മടിയുമില്ല ഗൈസ്. ബട്ട് എനിക്കെന്തോ രാത്രിക്ക് ഞാനൊരു സ്പെഷ്യൽ കണ്ടന്റ് നോക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. കറക്റ്റ് ഇങ്ങോട്ടോ മണം പ്ലീസ്. അങ്ങനെയാണ് എൻ്റെ ഇങ്ങോട്ടോ മണം. കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പോയി ഗൈസ് ഞാൻ ചെയ്ത് ഇത് ചെയ്യാനാണോ നീ ഇത്ര സമയം എടുത്തെന്ന് നിങ്ങൾ വിചാരിക്കും ഗൈസ്. ഗൈസ് ഈ വാഷിംഗ് ടേപ്പ് ഞാൻ നേരത്തെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാഷിംഗ് ടേപ്പ് ഞാൻ നേരത്തെ യൂസ് ചെയ്ത് തെറ്റി വയ്ക്കും. സോ അതിൻ്റെ ഗമ്മില്ലേ ഫസ്റ്റ് തെന്നിതായി. പിന്നെ എനിക്കിതാ ഇങ്ങനെ ഈ സൈസ് മാറിയാൽ ഇത് കുറച്ച് ഇപ്പുറത്തോട്ട് പോയാൽ എനിക്ക് പ്രശ്നം. ഞാൻ വീണ്ടും അത് വെട്ടി ഇങ്ങനെ പെറിച്ചുണ്ടാക്കുക. അങ്ങനെ എനിക്ക് നല്ല പ്രൊഫഷനാണ് ഗൈസ്. സൂക്ഷിക്കണം. നമുക്ക് ബാക്കി ചെയ്തിട്ടുണ്ട്. ബാക്കി എൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തെന്ന് വെച്ചാൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ നട് ചുമ്മാ ഫ്രണ്ട് ഞാൻ ആൽക്കഹോൾ റെഡും പിങ്കും കർസീവ് എഴുതണോ അതോ നോർമൽ ലൈറ്റിംഗ് എഴുതണോ? മിക്സ് ചെയ്യണം ഗൈസ്. ഗൈസ് എൻ്റെ ടൂ ഇങ്ങനെയാണ് ഗൈസ്. പിന്നെ ഞാൻ വീണ്ടുണ്ടില്ല ഗൈസ്. ടൂ ഇവിടെ മൈ ഫ്രണ്ട് ഒരു മിനിറ്റ് അമ്മച്ചേ അടിച്ച് തുറക്കേണ്ട വരുമോ ഗൈസ്? പല്ലുകൊണ്ട് തുറക്കണ്ട. അയ്യോ കയ്യിൽ ഇത് കൊട്ട് ഞാൻ അങ്ങനെ ടു
ഗൈസ് ഫ്രണ്ടിൽ സ്പെല്ലിംഗ് കിട്ടി. ഇതിൻ്റെ അവിടെ ഗൈസ് കോളായി ഗൈസ്. ചെയ്യണം ശരി, വേഗം കളിക്കാൻ പോകണം ഗൈസ്. സോ ഞാൻ ധൃതിയിൽ അങ്ങനെ വേഗം എഴുതി പോയതാണ് ഗൈസ്. നീറ്റില്ല, അതവസാനം ഞാൻ നീറ്റില്ല തെറ്റി അവസാനം ഉപ്പിലോട്ട് കുറച്ചായിട്ടുണ്ട് ഗൈസ്. ഡസ്റ്റ്ബിൻ്റെ വീടാണ് ഒന്നും വെളിയില്ലാക്കും. ഞാൻ ഒരിക്കലും വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പഴം പോലെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഡെസ്ക് നിങ്ങൾ കണ്ടിട്ടില്ല, കണ്ടാണ് ഗൈസ്. നിങ്ങൾ ഇങ്ങനെ ഹൃദയം എനിക്കത് റീച്ചൊട്ടും തോന്നില്ല. എന്തായാലും എനിക്ക് ഈ കമൻറ്റ് ആദ്യമായിട്ടാണ് എൻ്റെ നെയിം വെച്ചിട്ട് ഒരാൾ എനിക്ക് കമൻറ്റ് ഇടുന്നത്. പിന്നെ എനിക്ക് കമൻറ്റ് കിട്ടിയാൽ തന്നെ വലിയ ഹാപ്പിയാണ്. കാരണം എനിക്കറിയാൻ റീച്ച് കിട്ടാറില്ല ചില സമയത്ത്. ഞാൻ റിയലി പറയാൻ നിങ്ങൾ തള്ളിവിടണ്ട, അങ്ങനെ തള്ളെന്നൊക്കെ ജനിക്കുക. ഞാൻ സത്യമായിട്ടും എന്താണ് ഞാൻ ചില സമയത്തൊക്കെ കരയാറുണ്ട്. കാരണം എനിക്ക് ബാക്കി എല്ലാവർക്കും കമൻറ്റും ഒക്കെ കിട്ടാറുണ്ട്. എനിക്ക് എന്നെ കൊണ്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളല്ല ചിലവർ എന്താണ് വെറുതെ എനിക്ക് വ്യൂസ് എന്ന് പറയാൻ വേണം, സബ്സ്ക്രൈബേഴ്സും വേണം. ബട്ട് ഗൈസ് സബ്സ്ക്രൈബേഴ്സ് മാത്രം കിട്ടില്ല. എനിക്ക് ഇത്ര കളിച്ചുണ്ട്. എന്തിനാ ഈ ചെറിയ കാര്യത്തിനൊക്കെ നീ ഇങ്ങനെ കരയില്ല അങ്ങനെയൊക്കെ ചിലരൊക്കെ വിചാരിക്കും ഗൈസ്. ബട്ട് എനിക്കിത് ഒരു ചെറിയ കാര്യമില്ല ഗൈസ്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ താഴ്ന്നു. അപ്പം പെട്ടെന്ന് നന്നായി സങ്കടം, എനിക്കെന്തോ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ഒന്നും അറിയില്ലേ, ചിലർക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ. ചിലർക്ക് എന്താണ്, കാരണം ഞാൻ അത്രയും എനിക്ക് ആഗ്രഹിച്ച് എല്ലാവരും വേണ്ട റീച്ച് ഇട്ടില്ല എന്നെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചൊരു റീച്ചൊക്കെ കിട്ടുമല്ലേ ഗസ്. ഞാൻ മറ്റുള്ള യൂട്യൂബൊക്കെ ആ സമയത്ത് യൂട്യൂബൊക്കെ കാണില്ലേ എല്ലാവരും, അതേപോലെ ഞാൻ യൂട്യൂബൊക്കെ കാണുന്നു. അപ്പോൾ ഞാൻ മറ്റുള്ളവൻ്റെ യൂട്യൂബ് ചാനലൊക്കെ അവരൊക്കെ ഇതാക്കണം. പിന്നെ എന്താ എനിക്കിതാക്കണം പിന്നെ ഞാൻ വിചാരിച്ചതാണ് ഗൈസ്. ബട്ട് നടന്നില്ല ഗൈസ്. നമ്മളങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് സംസാരിക്കാൻ തുടങ്ങി ഞാൻ കൂടുതൽ സംസാരിക്കും ഗൈസ്. ഞാൻ പിങ്ക് എടുത്തു ഗൈസ്. നമുക്ക് ഫുൾ ലൈറ്റും കാക്കിയത് ഗൈസ്. അതിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റും കാക്കാം ഗൈസ്. അയ്യോ അവർക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ് ക്യാൻഡി കളേഴ്സ്. ഗേൾസിന് പൊതുവേ ക്യാൻഡി കളേഴ്സ് പിങ്ക് അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ബോയ്സിന് ബ്ലാക്ക്. ഇപ്പോൾ ചില ഗേൾസിൻ്റെ ബ്ലാക്കും ഇഷ്ടമായിരിക്കും. ഞാൻ അങ്ങനെ പറയില്ല. ചില ഗേൾസിൻ്റെ ബ്ലാക്ക് മീൻസ് ഭയങ്കര ഇഷ്ടമായിരിക്കും ഗേസ്. ബട്ട് എനിക്കിഷ്ടമല്ല ഗേസ് ബ്ലാക്ക്. ബിക്കോസ് എനിക്കെന്തും പോലില്ല, ഞാൻ ഭയങ്കര ക്യൂട്ടാണ് ഗേസ്. ക്യൂട്ടല്ല, എനിക്ക് ക്യൂട്ടിനോടാണ് ഇഷ്ടം ഗേസ്. ഞാൻ തീരെയും ക്യൂട്ടല്ല ഗേസ്. ഗേസ് എനിക്ക് പ്രാന്താണ്ട് ടോപ്പ് ഗേസ്. നിങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് ആംഗ്രി വരുമ്പോൾ നിങ്ങൾ ഡോപ്പ് ട്രൈ ചെയ്തു ഗേസ്. ഡോപ്പ് എന്ന് പറഞ്ഞു നോക്കാം. ഡോപ്പ് എന്ന് പറയുമ്പോൾ ഗേസ് നിങ്ങളുടെ അത് ഡോപ്പ് പറഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് സ്മൈൽ ചെയ്യാം. നിങ്ങൾ എന്തായാലും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു എനർജിയൊക്കെ കിട്ടുന്ന പോലെ നിങ്ങളെന്തോ ഭയങ്കര എന്തൊരു ഹാപ്പിയൊക്കെ നിങ്ങൾക്ക് തോന്നും ഗസ്. പിന്നെ നിങ്ങളെന്താ
നിങ്ങളുടെ താഴെ ഉണ്ടെങ്കിൽ അവൻ്റെ ദയവായി സംസാരിക്കുക. എൻ്റെ താഴെയില്ല, ഞാൻ ക്യാമറയുടെ അടുത്താണ് സംസാരിച്ചിരിക്കുന്നത്. ഗസ് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, ഒറ്റയ്ക്കാണ് എഡിറ്റ് ചെയ്യണത്, ഞാൻ ഒറ്റയ്ക്കല്ല. അതെൻ്റെ മാമ ചെയ്തുതരും. മാമല്ല, അച്ഛോ മാമോ ആരെങ്കിലും ചെയ്തുതരും ഗസ്. ആര് വേണമെങ്കിൽ എനിക്ക് ചെയ്തു. അയ്യോ ഗസ് ഇങ്ങനെ എഴുതണോ? ഇങ്ങനെ എഴുതല്ലേ ഗസ്? ഇങ്ങനെ എടുക്കുന്ന മറ്റേ എടുക്കുന്ന ഈ സൈഡ് ഈ സൈഡ് ഉറപ്പിച്ചേ. റെഡിലാണെങ്കിലോ ഗൈസ്, ഇത് വേണ്ടില്ല. വാവ് ഗൈസ്, റെഡ് എന്നെ ചതിച്ചു. പക്ഷെ കണ്ട് ഇത്ര പോലും കാണില്ല. ഞാൻ ഇത് ഇങ്ങനെ നന്നായി കുത്തിയിരുന്നു, എന്നാലും കുത്തും ഗൈസ്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒന്നും കിട്ടാൻ പറ്റില്ല. വ്യൂസ് എനിക്ക് അത്യാവശ്യം ഉണ്ട്, ബട്ട് ഗൈസ് സബ്സ്ക്രൈബ് വ്യൂസ് മാത്രം ഉണ്ടായിട്ട് എന്താ ഗൈസ് കാര്യം? എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ വരുള്ളൂ. കറക്റ്റ് വീഡിയോ കാണുന്ന എപ്പോഴും ഇങ്ങനെ റെഡി. ടാങ്കൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബിസ്മാനൊക്കെ ചിത്രം ആംഗിൾ തോന്നുന്നത്. അപ്പം നിങ്ങൾ ഡോപ്പ് ഞാൻ പോലും കാര്യം ഈ റെഡ് എനിക്ക് നമുക്ക് ബ്രഷ് പെൻ എടുത്തൂടെ ഗൈസ്? ബ്രഷ് പെൻ ഗൈസ്, ബ്രഷ് പെന്നും ഉണ്ട്. ഏതായാലും പുതിയ ബ്രഷ് ചെറിയ കിട്ടാൻ ചെറിയ സെറ്റ് ഉണ്ടല്ലോ. Two guys, my friend. Next, oh look na, എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടം. ഞാൻ കരാട്ടെ ഞാൻ ചെയ്യുന്നു, കാരണം ഞാനത് കൊണ്ട് എനിക്ക് ടെൻഷനായിട്ട് കരാട്ടെ ചെയ്യുന്നതിന്. ഞാൻ അടുത്ത സാറ്റർഡേ ഞാൻ അഡ്മിഷൻ എടുക്കുക. 5 ദിവസം തന്നെ ക്ലാസ്സിന് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ അഡ്മിഷൻ എടുക്കാനായിട്ട് പോയപ്പോൾ എനിക്ക് എവിടെയെന്ന് അറിയണ്ടായിരുന്നു. അല്ല പിന്നെ ഇവിടെ ആണ് പറഞ്ഞത് എന്തോ KM എൻ്റെ മുകളിൽ എന്തോ ആണോ അങ്ങനെ എന്തോ എനിക്ക് KM പറഞ്ഞ എന്തെന്ന് പോലും അറിയില്ല. ഒരു സ്റ്റോറാണെന്നറിയാം, ബട്ട് അത് ഏതൊരു സ്റ്റോറാണെന്നൊന്നും എനിക്കറിയില്ല. ഏതൊരു സ്റ്റോർ പിങ്ക് my wow, sleeping so pretty. To my കോളേജ് ഒട്ടും കൊള്ളില്ലേ ഗസ്. ഞാൻ രാവിലത്തേക്ക് അടിയില്ല ഇത് പ്ലേ ചെയ്ത് വെച്ചത്. എനിക്ക് ഇവിടെ വല്ലതും ചെയ്യണം. എന്ത് വല്ല ഡെക്കറേഷൻ സ്റ്റിക്കർ ഗൈസ്, സ്റ്റിക്കർ എൻ്റെ വീഡിയോ ഇടാൻ പറ്റില്ല ഗൈസ്. ഞാനും വെളിയിൽ നമുക്ക് ഇവിടെ വല്ലതും ചെയ്യാം ഗൈസ്. അതൊക്കെ നമുക്ക് പിന്നെയൊക്കെ ഫസ്റ്റ് ഇല്ലെങ്കിൽ ഗൈസ്. ഇതെല്ലാം ഇനി ഒറ്റ വയ്ക്കണ്ടേ ഗൈസ്.
യെസ് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് എന്തിനാ അങ്ങനെ പോകുന്നതൊക്കെ യെസ് ക്യാമറ ഓൺ ചെയ്തിട്ട് പോകാൻ തന്നെ യെസ് എനിക്ക് തോന്നുന്നു യെസ് അങ്ങനെയാണ് എൻ്റെ ഒരു ഫസ്റ്റ് നമുക്ക് ഇതൊട്ടിച്ചു കൊടുക്കാം. ഇത് ഞാനും ഓപ്പൺ യെസ് എവിടെ ഒട്ടിക്കും ഗൈസ്? നമുക്ക് ഇവിടെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് എൻ്റെ അടുത്ത് എൻ്റെ പാൻറ് ഇട്ടിട്ട് പൊട്ടി. ഞാൻ അതൊക്കെ ഇപ്പോൾ അത് കിട്ടുന്നു. ഒരു സ്റ്റിക്കർ ബോയ്സ് ഒരു സ്റ്റിക്കർ ബോയ്സ് അത് ഈ സ്റ്റിക്കർ ഞാൻ തന്നെ ഒട്ടിച്ചോട്ടെ. ഞാൻ ക്യൂട്ട് കളർ സ്റ്റിക്കേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കുറേ ക്യൂട്ട് ഇമേജസൊക്കെ ഒട്ടിച്ചെടുക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ഗേൾസ് എന്തായാലും ക്യൂട്ട് ലവേഴ്സ് ആയിരിക്കും. ക്യൂട്ടായിട്ടുള്ളതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. ക്യൂട്ടായിട്ടുള്ളതാണ് ഞാൻ മടുക്ക് അവളുടെ നെയിം എഴുതി കൊടുക്കുന്നു. സഞ്ജു സഞ്ജു എന്നാണ്. സഞ്ജുവിന് മാത്രം എഴുതിയാൽ മതിയാ? എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല സഞ്ജു തന്നെ ഇത് സാങ്ക് ലവ് അടിച്ചു. ഞങ്ങളുടെ ക്ലാസ്സിലത്തെ ബോയ്സൊക്കെ ഞങ്ങളൊക്കെ ഡിസൈൻ ഈ ലവ് മീൻസ് സ്നേഹം സ്നേഹം തന്നെ. ഇപ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയും നമ്മൾ ലവ് ചെയ്യും, സ്നേഹിക്കും. അവനെ സ്നേഹിക്കുന്ന പോലെ പിന്നെ ഇങ്ങനെ ലവ് നമ്മൾ ലവ് അയക്കുന്ന അതിനോട് ഇഷ്ടമുണ്ട്. പിന്നെ ഡിസൈൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങളൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ ലവ് അയക്കുന്നു. ബട്ട് ഗേൾസ് ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ് ചെയ്ത് കണ്ടു പ്രത്യേകിച്ച് മിലൻ നടത്താൻ ഒട്ടും കൊള്ളത്തിന്റെ ബീഡിങ് ഗേൾസ് നടുക്ക് സഞ്ജു പിന്നെ മേൽ തന്നെ മാമുന്റെ ചിരി. ഇഷ്ടമല്ലേ ഞാൻ വല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നെക്സ്റ്റ് ഫുള്ള് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടം. ഇത് വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഗ്രീറ്റിംഗ് കാർഡും ഒക്കെ നടക്കും. ഞാൻ ഇത് മാത്രമല്ലല്ലോ ഗൈസ് വാങ്ങിയത്. പുറത്തെ ഡിസൈൻ ചെയ്യാൻ എനിക്ക് ചാനൽ വേർഡ് ഒരു സ്റ്റിക്കർ കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്ത് പെട്ടെന്ന് എൻ്റെ ഡിസൈൻ ചെയ്യുന്നത് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ സൈഡിൽ ടൂവിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ലുലു പോകുമ്പോൾ എപ്പോഴും ലുലുവിൻ്റെ അവിടെ ഒരു കടയില്ലേ, എന്തായാലും മീൻസ് സൈസ് വേണ്ട ഒരു കടയില്ലേ, അവിടെ നിങ്ങൾ എന്തായാലും പോയി നോക്കാം. നിങ്ങൾ വാ എന്ന് പറയുന്നത്
ക്യൂട്ട് ഐറ്റംസ് ഗൈസ്. നമ്മളും പോവാം. ക്യൂട്ട് ഐറ്റംസ് ആണ് ബോയ്സ്. വെളിയിൽ ഫുള്ള് ഫ്ലവേഴ്സ് ആയിട്ട് അതാണ് ഞാൻ എന്നെ ഉദ്ദേശിക്കുന്നത്. ഇതേലെ ഞാൻ ഇപ്പോൾ തന്നെ വെക്കുമ്പോൾ ഗ്രീൻ വെക്കുക. പർപ്പിൾ ഒട്ടിച്ചു ഗൈസ്. ഞാൻ എങ്ങനെയാണ് പൊതുവെ ഞാൻ എങ്ങനെയാണ് സ്വഭാവം മാറ്റാനും എനിക്ക് പറ്റില്ലേ. ഞാൻ കറക്റ്റ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഞാൻ ഇപ്പോൾ പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കാണുന്നതല്ല, ഈ മാമ ഒച്ച എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന മിക്കവാറും എപ്പോഴും അല്ല, മിക്കവാറും അങ്ങനെയാണ്. വീഡിയോ എടുക്കുന്ന സമയത്തെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛനും മാമും എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. സൗണ്ട് ഉണ്ട് ഇപ്പം സൗണ്ട് കേൾക്കുന്നില്ലേ? കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, ഞാൻ നിറച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഡീത്തന്നെ ഉള്ളിൽ എന്തോ ബ്ലാങ്ക് ആയിട്ടുണ്ട്. ഉള്ളിൽ ഫ്ലവേഴ്സ്, ഉള്ളിൽ ക്യൂട്ട് മാത്രം വേണ്ട, ഫ്ലവേഴ്സും വേണ്ട. ഫ്ലവേഴ്സും വേണം. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സമാധാനം. ഇങ്ങനത്തെ സൗണ്ട്, ഇതിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറുതൊക്കെ പിന്നെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ കുറേ ഉണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്റ്റിക്കേഴ്സൊക്കെ. അപ്പം ഞാൻ 2 സ്റ്റിക്കർ വാങ്ങി. ഇതിൻ്റെ ലവിൻ്റെ ഉണ്ട്. ഫ്ലവറിൻ്റെ എനിക്ക് ഇഷ്ടമായി. ഫ്ലവറിൻ്റെ ഞാൻ തന്നെ വാങ്ങിയതാണ്. ഫ്ലവറിൻ്റെ അല്ലാണ്ട് ഇത് ഫുള്ള് ഇനി സഞ്ജു മാത്രം വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഫുള്ള് സ്റ്റിക്കേഴ്സ് കൊണ്ട് കവർ ചെയ്യാൻ. ഞാൻ കൂടുതൽ ഡബിളായിട്ടുള്ള 2 പേരുള്ള സ്റ്റിക്കേഴ്സൊക്കെ വയ്ക്കുന്നത്. കാരണം ഞാനും അവളും, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ദിസ് ഈസ് അവൾ, ദിസ് ഈസ് പാവല്ല. യെസ്, ഇഷ്ടപ്പെട്ടു. പണ്ട് സ്റ്റിക്കേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്തെല്ലാം ഇട്ടിട്ടു. Guys, ready. Yes, the option കഴിഞ്ഞു. എവിടെ ബ്രഷ് പെൻ ഇവിടെ പിന്നെയും എനിക്ക് കുറച്ച് ബ്ലാങ്ക് ആയി തോന്നി. ഗൈസ്, സോ ഗൈസ് ഇവിടെ ഫുള്ള് റെഡും ബ്ലൂവല്ലേ, കുറച്ച് ഗ്രീൻ ആയിക്കോട്ടെ. ഗ്രീനും കൂടെ ആയാലും കളർ സെറ്റാണ്. ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അവൾക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. അവൾ ഭയങ്കര സർപ്രൈസ് ഉണ്ടാകുന്നുണ്ട്. അവൾ അതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായി ഗൈസ്. അവൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഗൈസ് മുന്നോട്ട് ആലോചിച്ചു. പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായില്ല. ബട്ട് നമുക്കൊരു ഗിഫ്റ്റ് നടക്കുന്നില്ല. ഒട്ടും എക്സ്പെക്റ്റേ ചെയ്തിട്ടില്ല. പെട്ടെന്ന് പിന്നെ ചെറുത്തു ഗൈസ്. അങ്ങനെ മിക്സ് ചെയ്യണം ഗൈസ്. ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഒതുക്കി വെക്കണം ഗൈസ്. ഓക്കെ, ബൈ ബൈ. ഇന്നത്തെ വീഡിയോയിലും ടാറ്റാ, ബൈ ബൈ.